ജൂലിനോടും കൂടെ നിക്കാൻ പറ. അവിടെ നിക്കാൻ പറ. അവിടെ ഇരിക്കേ ഞാൻ ഫോട്ടോ എടുക്കാം. നേരെ നോക്കാൻ പറ. ജൂലി പോസ്റ്റ്. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ ഇൻട്രോ എടുത്തത് വയനാട് ജില്ലയിലും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി വീഡിയോസ് എടുക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് എടുക്കുമ്പോഴേക്കും കുറേ നേരമായി പിള്ളേരുള്ളതുകൊണ്ട് ഇനി എന്തായാലും ഈ വീഡിയോൻ്റെ ബാക്കി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പൈനാപ്പിൾ പറിക്കാൻ പോകുന്നതിൻ്റെ നമ്മുടെ തറവാട്ടിൽ കുറേ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുള്ള ധാരണയിലാണ് ഇരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന ഒരു വോയിസ് ഓവറും കൊടുത്തിട്ടില്ല, അല്ലാതെ ഞങ്ങൾ നോർമലി സംസാരിച്ച് പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പൈനാപ്പിൾ പറിക്കുന്നിടത്ത് പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിൽ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞ് പള്ളിയിൽ, സിമിത്തേരിയിൽ, പിന്നെ ഒരു പഴയ സ്കൂൾ, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയത് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത ഒരു വീഡിയോയാണ്. ലാസ്റ്റ് നമ്മൾ വീഡിയോ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പം നമുക്ക് നല്ല ഒട്ടം വഴക്ക് കേട്ടതും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പാർട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ ആയിട്ടിടാം. കാരണം ഒരു മണിക്കൂറോളം ഈ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന നിങ്ങൾക്കും ബോറായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഭാഗം വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ല വഴക്ക് കേട്ടിട്ട് ലാസ്റ്റായിട്ട് ഞങ്ങളെ കാണാണ്ട് വന്നപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിന് ശേഷം നമ്മുടെ നാടും, പിന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു പള്ളിയും, നമ്മുടെ ആ ഒരു കണ്ട ഒരു ഫോറസ്റ്റ് പോലെയാണ്. അപ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും. സത്യം പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് എന്തായാലും പേടിയാവും. ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു, പോകുമ്പോൾ തന്നെ നല്ല പേടിയായിരുന്നു. ഞങ്ങൾ 2 പേരുണ്ട്, കൂടെ ഒരു പട്ടിയും കൂടി ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് അത്രയും പേടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി വീഡിയോ എടുത്തു. പിന്നെന്താ, ഒരു ഫോറസ്റ്റ് പോലെ കണ്ടാൽ അതുപോലെ തോന്നും. അവിടെ ഒന്നും വേറൊരാളും ഇല്ല, വേറൊരു എന്താ പറയുക, വീടും കാര്യങ്ങളൊന്നുമില്ല. വീടൊക്കെ വരണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്കൊക്കെ വീടൊക്കെ ഉള്ളൂ. അതുവരെ വീടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാർട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വഴിയെല്ലാം കൂടെ കാടിൻ്റെ ഉള്ളിൽ മൂടി. ഇതെങ്ങനെ കയറും മാളു? അങ്ങനെ അടിച്ചൊക്കെ പിടിക്ക്, കൈ പിടിക്ക്, പിടിച്ചു. അതാ പോന്നു. സത്യം പറഞ്ഞ ദുർഗണം പിടിച്ച വഴി തന്നെയായിരുന്നു. പിടിക്കടോ. ഫ്രണ്ടാണ് പിന്നെയും കുഴപ്പമില്ല. അടിപൊളി വഴികളാ. എൻ്റെ അമ്മേ, ആ വെള്ളം വരുന്നുണ്ടോടി. എന്നിട്ട് അമ്മ പറഞ്ഞത് നമ്മുടെ ടാങ്കാ. ഇത് എത്ര ലിറ്റർ അടി? 10,000. അയ്യോ, ഇത് സത്യം പറഞ്ഞാൽ കുട വേണോ മാളു കുത്തി നടക്കാൻ? എന്നാ പിടിച്ചോ. നമ്മുടെ പുറകെ ഇപ്പം വരും ഓരോരുത്തർ, ഓരോ കൊതുകൾ വെച്ച്. അയ്യോ, ഇതെന്താ ഇവിടെ ചെന്ന് നടക്കാം? അവിടെ ഉണ്ടോ? പറിക്കുന്നയോ? തിരിച്ചൊടിച്ചിങ്ങെടുക്ക്. ഒടിച്ചോ? അങ്ങനെയല്ല മന്ന ബുദ്ധി. എടി, അതിൻ്റെ കോല് മുഴുവൻ പറിച്ചു കളയാനല്ല. ഒടിക്കും, കമത്തി പിടിക്കേ, അത് മൊത്തത്തിൽ പിടിക്കുക, എന്നിട്ട് ഓടിക്കുക. അങ്ങനെ തന്നെ. ഇനിയും ചാക്ക് തുറക്കിടുക. പറ കിട്ടിക്ക. ചാക്കും പിടിക്കണോ ഇടണമെങ്കിൽ? ചാക്കാരും കാണണ്ട ചാക്കിൻ്റെ കോലം.
നാളെ കൂട്ടുകാരി പൊങ്കാല ഇടും. എന്താ ഇടുക? എത്ര കമന്റ് ഇട്ടാലും നിന്റെ വീഡിയോസ് തന്നെയല്ല കാണുന്നത്. എടി ഇവിടെ എത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലേ? ഇവിടൊക്കെ കുറെ ഇതൊക്കെ കാണുന്നുണ്ട്. വഴിയില്ലേ? എന്നാ നീ മുന്നിൽ നടന്ന, ഞാൻ പുറകെ വരാം. എന്നതാ മാളു? നീ മുന്നിലായതുകൊണ്ട് മാള് ഓടുവാണ് ജീവനും കൊണ്ട്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ കൈതച്ചക്കേൻ്റെ ഇതൊക്കെ ഉണ്ട്. എന്നും വെച്ച് ഓവറായിട്ട് അപ്പോഴേ ആൻറ്റി പറഞ്ഞ ചാക്ക് കൊണ്ടുപോണ്ടാന്ന്. മാളു ചാക്കൊക്കെ ഇട്ട് എടുത്ത വഴിക്കും. ഞാനും വരാം. ഓടണ്ടടി, അവിടെ നിന്നോ. എന്താ? ഏത്? അവിടെ ഉണ്ടോ? മാളു അടുത്ത ചാക്കെടുക്ക് ഓടും. ഞാൻ പറഞ്ഞില്ലേ. വേണ്ട, ഞാൻ നിന്റെ പുറകെ വരുള്ളൂ. അവിടെ ഉണ്ടോ? ഒരു തെങ്ങൊക്കെ ആയി വരുന്നുണ്ട്. ഇല്ല, കൊതുകുണ്ടോ? അതാ നടക്ക. അവിടെ ഉണ്ടോ ഒരെണ്ണം? പോട്ടെ, അങ്ങേ അറ്റത്ത് അതാ ഒരെണ്ണം പഴുത്ത് കിടക്കുന്നു. കണ്ടോ മാളു? ഈ കൊടയും കൂടെ പിടിച്ച് പോകുന്ന കണ്ടാലേ ഇച്ചിരിയും കൂടെ നല്ല ഇതുണ്ടാവുള്ളൂ. മാളു അടുത്ത പറിച്ചെടുക്കുന്നു. തിരിച്ചോടിക്കടി, പൊന്തിച്ചോടിക്കടി. യെസ്, കറക്റ്റായിട്ട് വരും. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരാൻ പേടിയാ. ചാക്കതാ അവിടെ ദോണ്ടേ കിടക്കുന്നു. ദാ കിടക്കുന്നു പറഞ്ഞു, ദാടി പറഞ്ഞു, ദാ മുന്നിൽ ഒരെണ്ണം, ദാടേ. അതിന് വരാൻ താല്പര്യമില്ല, അതാ മാളു. ജിഷ്ണയും ചിഞ്ചും ഒക്കെ നാളെ മാളുവിനെ പൊങ്കാല ഇടും. അത് ഞാൻ നിൽക്കുന്ന ഷോപ്പില്ലേ, അവിടെയുള്ള അവന്മാരും പറയും, തുറന്ന ചേച്ചീൻ്റെ ഫോട്ടോ അല്ലാണ്ട് വേറെ ഒരു കോപ്പും വരില്ല. അവൻ പറിച്ചു, അത് പഴുക്കാനായതാ. അവന്മാരും തുറന്നാൽ എന്നെ മാത്രം കാണും, എന്നിട്ട് കളിയൊക്കെ വന്നിട്ട്. മഴ ചാറുന്നുണ്ട് മാളൂച്ചായേ. വലിക്കേ പോരട്ടെ. ഇതിപ്പോ അവള് മൊത്തത്തിൽ വരാണ്ടാ പറിച്ചെടുക്കും. അതാ ഓർമ്മ. ഇവിടെ ഇതിലേ വാ. നീ എവിടെയോ കണ്ടിട്ട് ദോന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. നമുക്ക് ആൻറ്റീൻ്റെ വീട്ടിലും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് കയറിയാലോ? ആ വീട്ടിൽ, പഴയ വീട്ടിൽ കയറിയിട്ടും കൂടെ പോ. മാളു, കൈതച്ചൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാനേ? അവിടെ നിൽക്കാം, ഒരു മിനിറ്റ് ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കാം. കൂടെ നിൽക്കാൻ പറ, അവിടെ നിൽക്കാൻ പറ. അവിടെ ഇരിക്കേ ഞാൻ ഫോട്ടോ എടുക്കാം. നേരെ നോക്കാൻ പറ. ജൂലി പോസ്റ്റ്.
ഇനി അതവിടെ വെക്കാം, നമുക്ക് എല്ലാം കൂടെ ലാസ്റ്റ് കോരിയെടുക്കാം. അപ്പൊ കാണുന്നവര് വിചാരിക്കും ഇത് നമ്മൾ കണ്ടോറിന്റെ പറമ്പിൽ കയറി കട്ടെടുക്കുന്ന. ഒരിക്കലും അല്ല. പറഞ്ഞു കൊടുക്കണേ ഇതെങ്ങനെയാ ബന്ധം വരുന്നതെന്ന് കൈതച്ചൊക്കെ ആയിട്ട്. പാരമ്പര്യമായി കൈമാറി വരുന്ന നമ്മുടെ തോട്ടം. ആന്റി കാണണ്ട, ആന്റി വീഡിയോ കണ്ടാ നല്ല രസം ഉണ്ടാവും. കൊച്ചിനാണി ആന്റി ഇത് ആന്റിന്റെ അല്ലേ? അല്ലേ? അപ്പൊ ആന്റി അല്ലേ പറിച്ചോണ്ടിരുന്നത്? പോടി, ആദ്യമൊക്കെ ആന്റി ആയിരുന്നു പറിച്ചോണ്ടിരുന്നത്. ആണോ? എന്നാ നമുക്ക് ആന്റീന്റെ എസ്റ്റേറ്റിൽ പോയി നോക്കിട്ട് വരാം. തീർന്നു തോന്നുന്നു. അവിടെ ഉണ്ടോ? തീർന്നില്ല, ഇത് അങ്ങോട്ടും അങ്ങോട്ട് തട്ടി ഇനിയുണ്ട് നമുക്ക്. ആണോ? എന്നാ നടക്കാം. നമുക്ക് ആദ്യം കുട വേണ്ടേ? മഴ പെയ്യുന്നു. നിന്റെ ഈ കുടയും കൂടി ചപ്പിച്ചിട്ടും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. ഞാനിപ്പം മറിഞ്ഞടിച്ച് വീഴും. അതുപോലത്തെ ഒരു ചെരുപ്പാണ് എനിക്കുള്ളത്. മാള് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ മാള് എന്തായിരുന്നു ക്രോപ്സ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആൻറ്റീൻ്റെ അടയ്ക്കൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ആൻറ്റി അടയ്ക്ക വേണമെങ്കിൽ ആൻറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്ന് അടയ്ക്ക പറക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ പിറക്കിക്കൊണ്ട് പോകുന്നതാണ്. എന്തായിരുന്നു തെക്കുംതല സണ്ണി റാണീനോടാണ് പറയുന്നത്. നീ ചാടിക്കോ, നമുക്ക് അടയ്ക്ക പിറക്കാലോ. അത് കുഴപ്പമില്ലല്ലോ, നമ്മുടെ പറമ്പല്ലേ. അതിന് കവറില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അടുത്ത് അവർ വിചാരിക്കും നമ്മൾ ഇത് ഏത് വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. വേറെ എവിടെയല്ലേ ഗൈസ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ദോണ്ട താഴേന്ന് കാണിച്ച വീടാണിത്. അയ്യോ, ഇത് കുഞ്ഞാട്ടേൻ്റെ റൂമല്ലേ? ആവോ, കുഞ്ഞാട്ടായി കാണുന്നുണ്ടോ ആവോ? അവരുടെ വീടായിരുന്നു. അന്ന് ആരോ വന്ന് തുറന്നക്ക് ഗൈസ്. ആകെ 2 റൂമേ ഉള്ളൂ. വല്ല പാമ്പുണ്ടെങ്കിൽ. ആണോ? പാമ്പും ചേമ്പൊന്നും ഇല്ലല്ലോ? ഇല്ല ഗൈസ്. ഈ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. റൂമിൽ കയറിയാൽ വല്ലതും കടിക്കുമാവോ? ഇത് വെറുതെ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് ഈ റൂമിൽ കയറുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടുക്കളയിൽ കയറാം. എന്നാലും ഇതിലെ കയറിയാൽ ദോണ്ട അതൊരു റൂം. ആ വാതിൽ അതിലൂടെ വന്നാൽ ആ വാതിൽ തുറക്കാം. ഇത് ഇവരുടെ കിച്ചൺ. വെറുതെ പേടിപ്പിച്ചു. കുത്തിയും കന്നാന്ന് പേടിച്ചു. ഞാൻ വിചാരിച്ച പാമ്പാന്നോട്ടോ ഇത്. ആന്റീന്റെ വീട് ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായി കിടപ്പുണ്ട് കേട്ടോ. എന്നത്? എന്താ ആന്റീനോട് കമന്റിലാണോ? ചോദിച്ചോക്ക്. എന്താ ജോലി? വാങ്ങോ. ഇനി എങ്ങോട്ടാ മോളു? സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വഴിയുള്ളതാ. ആ വഴി എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞു ഗൈസ്. ഇതിലേ പോയി ഞങ്ങൾ മഴക്കാലത്ത് തെന്നിയടിച്ച് വീഴുന്ന പാറയൊക്കെ അവിടെയുണ്ട്. പക്ഷെ ആ പാറയൊക്കെ ഇപ്പം പോയി ഗൈസ്. ഇപ്പോൾ പാറയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുള്ളു. പിന്നെ മുട്ടച്ചീര എവിടെ നോക്കിയാലും മുട്ടച്ചീരയുണ്ട്. മുട്ടച്ചീര അല്ലേ അത്? ഇത് ഈ ചെമ്പരത്തി ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് പുറകോശത്തൂടെ പോയി നോക്കി നോക്കാം. പാമ്പുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ട് തിരിഞ്ഞു പോകേണ്ടതാണ്. കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ അടുക്കളേൻ്റെ വാതിലേക്ക് പുറത്തുനിന്ന് വലിയ താഴൊക്കെ ഇട്ട് പൂട്ടിയതാ. വെറുതെ ഇത് നോക്ക്, വലിയ താഴൊക്കെ ഇട്ട് പൂട്ടിയത്. ഉന്തിയ തുറക്കാനൊന്നും പറ്റൂല. വെറുതെയാ പൂട്ടൊക്കെ വെറുതെയാ. എന്നതാ മാളു? ഉറക്കെ പറ, എന്നാലേ കേൾക്കുള്ളൂ. നീ പതിയെ പറഞ്ഞ ഒന്നും കേൾക്കില്ല. ചിഞ്ചും ചിഞ്ചുഷ്ണക്കൊക്കെ ഇട്ട് വരകണ്ടതാ. വേം വാ. മാളു ആ കുടയും പിടിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോയും കൂടെ പോസ്റ്റ് ചെയ്യാമായിരുന്നു. ഇത് കുഞ്ഞാട്ടാൻ്റെ റൂമല്ലേ?
ഡാഡി സ്വർണ്ണപ്പെട്ടിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ. പെട്ടി മാത്രമേ അറിയില്ല, അതാ ഒരു പെട്ടി ഞങ്ങൾ തുറന്നോക്കിയത്. നോക്കിയതാ. ഇത് കുഞ്ഞാട്ടായി രണ്ടാമതുണ്ടാക്കിയ റൂം. ആകെ ഇവിടെ 2 റൂം. ഇവിടെ ഒരു 2 റൂം അല്ലേ? ഇതുകൊണ്ട് പോകുന്നു. ഇത് കൂട്ടാണ്ടാവുമ്പോ 2 ഉണ്ടോ? ഉണ്ടല്ലേ? ആ എന്നാ നടക്ക്. നമ്മുടെ വിശാലമായ ബാത്റൂം കാണണ്ട, കാണിക്കണ്ട. കണ്ടാൽ കുളിക്കാൻ തോന്നുന്നു. നോക്ക്, അവർ നീരാടി കൊണ്ടത്. അമ്മേ, ഈ ബാത്റൂമിന്റെ കോലാണോ ഇത്? ഫുള്ള് മണ്ണും പൊടിയും പടലങ്ങളൊക്കെ ഉള്ള ബാത്റൂം. എടി മണക്കൂസേ, ഒരു കവറെടുക്ക്, അടയ്ക്ക വറക്കണ്ടേ? എന്നിട്ട് ആന്റിനോട് പറയാ ചിറ്റാട്ടോളം ബോബീന്റെ വീട്ടിൽ കൊണ്ട് അടയ്ക്ക വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തിട്ട് പോവുക, ഇല്ലെങ്കിൽ ബോബി എടുത്ത് മുറുക്കുന്നതാണ്. അതുകൂടെ പറയടി. അവളോ കണ്ടതിൻ്റെ ഉള്ളൊക്കെ കൈയിട്ടിട്ട് പോലെ അതോ പാമ്പിന്റെ കടിയുള്ളൂ. വട്ടയിലല്ലേ, ഉപ്പൂറ്റിൻ്റെ അല്ലയോ? ആന്റി ഇവിടെ എടുത്തു വെച്ച സാധനമൊക്കെ അവള് കമത്തി പറക്കി ഇടുന്നുണ്ട്. സിമന്റ് ആണോ? വന്ന വഴിയെ വിട്ടോ. മാളുവിന്റെ കയ്യില് ഒരു കയ്യില് വലിയ ആനക്കൊടയും ഒരു കയ്യില് പഴകിയ ഒരു കവറും പറക്കി. കൊട എനിക്കാ? മാളു പറക്കും, ഞാൻ നോക്കി നിൽക്കും. അയ്യോ, മാളുവിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്, ജൂലി. ജൂലി അത് പറക്കി കൊടുത്തേ. വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ലിഡിയല്ല പറക്കുന്നത്, മാളുവാണ് പറക്കിക്കൊണ്ടുവരുന്നത്. ആണല്ലോ. എക്സ്പീരിയൻസ് ഒന്നുമില്ല ഗായ്സ്, ഇതിപ്പോ നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നതാ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻറ്റി കാണുവാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മാളൂനൊരു വിളി. 2 മെസ്സേജ് എനിക്ക് കഴിഞ്ഞു, അതോടുകൂടെ കഴിഞ്ഞു. അപ്പം വീണ്ടും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താണ് ഇവിടുന്ന് ഈ അടയ്ക്ക പറക്കിക്കൊണ്ട് വന്നത്. ഇത് വേറെ ആരുമല്ല. ആരാടി നിൻ്റെ? അപ്പൻ്റെ പെങ്ങള് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആൻറ്റീൻ്റെ എസ്റ്റേറ്റാണ്. അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ ആൾത്താമസം ഇല്ല. വീട് കണ്ടല്ലോ, ആൾത്താമസം ഒന്നുമില്ല. അല്ലെങ്കിൽ കാണുന്നവർ ചിലപ്പോൾ പൊങ്കാലയിടും. ഇത് ഇവളുടെ അപ്പൻ്റെ എസ്റ്റേറ്റ് അല്ലേ മാളു? ഏത് മാളൂന്നാ? അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ മാളൂന്ന് വിളിച്ചത് ആരും കേട്ടിട്ടേ ഇല്ല. പൊന്നുവോ? പൊന്നു പിജിപ്പാപ്പൻ്റെ കൊച്ചല്ലേ? പറിച്ചോ? അല്ല പറിച്ചോ? അല്ലടി, പാമ്പും കൂണാ? ഇതെന്ത് കൂണാണ് ഗായ്സ്? പാമ്പും കൂണോ അതോ നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന കൂണോ? ചാക്ക അവിടെ ഉണ്ട്, സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഏതാ വേറെ എവിടെയോ? അയ്യോ, എൻ്റെ ഫോണ് പോയി. ഇപ്പം താഴെ കിടന്നേനെ ഫോണ്.